വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി 2ാം പാദവാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും വേഗം പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നോക്കൂ, ആദ്യത്തെ പ്രവർത്തനം 1 അനുഭവക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ദിവസവും കുഞ്ഞുമെറിക്ക് വേണ്ടി പാഠങ്ങൾ മാറി മാറി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. പരീക്ഷാകാലമാകുമ്പോൾ അവളെ പരീക്ഷയ്ക്ക് ഇരുത്താമെന്ന് അവർ അവരുടെ അധ്യാപകരോട് സമ്മതവും വാങ്ങിച്ചു. കുഞ്ഞുമിറിയുടെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതുപോലെ കൂട്ടുകാരുടെ സ്നേഹം അനുഭവിച്ച സന്ദർഭം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ? അനുഭവം കുറിപ്പായി എഴുതുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കൂട്ടുകാരുടെ സ്നേഹം അനുഭവിച്ച ഏതെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആ അനുഭവം നിങ്ങൾ കുറിപ്പായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മോഡൽ ഞാനിവിടെ താഴെ കാണിച്ചു തരാം. നോക്കൂ, നമ്മളെങ്ങനെ ഇതാണ് കേട്ടോ. നോക്കൂ, മോഡലാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരിക്കലും മറക്കാനാവില്ല. ഒരിക്കൽ ഞങ്ങൾ സ്കൂളിൽ പോയി തിരികെ വരികയായിരുന്നു. ഒരു ചെറിയ കൈത്തോടിനരികിലൂടെയാണ് ഞാൻ സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും. വർത്തമാനം പറഞ്ഞു വരുന്നതിനിടെ ഞാൻ കാല് തെന്നി കൈത്തോട്ടിലേക്ക് വീണു. അധികം വെള്ളമില്ലെങ്കിലും ഞാൻ മുങ്ങാൻ തുടങ്ങി. എനിക്ക് നീന്തലും അറിയില്ല. എൻ്റെ കൂട്ടുകാരൻ അഭി വെള്ളത്തിലേക്ക് ചാടി എൻ്റെ ഉടുപ്പിൽ പിടിച്ച് തോടിനരികിലേക്ക് നീങ്ങി. മറ്റു കൂട്ടുകാർ ഞങ്ങളെ കരയിൽ നിന്നും പിടിച്ചു കയറ്റി. ഇത് മീനു അവളുടെ കയ്യിലെ ടർക്കി കൊണ്ട് എൻ്റെ തലയും മുഖവും എല്ലാം തോർത്തി. ഇതൊരു കുട്ടിയുടെ അനുഭവക്കുറിപ്പാണ്. ഇതുപോലെ കൂട്ടുകാരുടെ സ്നേഹം അനുഭവിച്ച നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അപകടത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടായിട്ടുള്ള കൂട്ടുകാരുടെ നിങ്ങൾ സ്നേഹം അനുഭവിച്ച ഒരു സന്ദർഭം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എഴുതുന്ന പോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഉപന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മയെ എനിക്കിഷ്ടമാണ് എന്ന് ഭിത്തി നിറയെ ക്രയോൺ കൊണ്ട് കോറിയിട്ട കുഞ്ഞു വാവയെയും മുത്തശ്ശിയുടെയും അമ്മയുടെയും സ്നേഹത്തിൻ്റെ ആഴം ആവോളം അനുഭവിച്ച ഉണ്ണിയെയും പരുക്കേറ്റിട്ടും സ്നേഹത്തോടെ കുട്ടിയെ ആശ്വസിപ്പിച്ച അമ്മയെയും അന്ധത പോലും അറിയിക്കാതെ കുഞ്ഞുമിറിയെ വളർത്തിയ മാതാപിതാക്കളെയും എല്ലാം കനിവായി നിലാവായി എന്ന യൂണിറ്റിൽ നാം പരിചയപ്പെട്ടു. അമ്മയുടെ, അച്ഛൻ്റെ, മുത്തശ്ശിയുടെ എല്ലാം സ്നേഹത്തിൻ്റെ മഹത്വമാണ് ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ സ്നേഹത്തിൻ്റെ മഹത്വം എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ സ്നേഹത്തിൻ്റെ മഹത്വം എന്താണ്? അപ്പോൾ സ്നേഹത്തിൻ്റെ മഹത്വം എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഉപന്യാസം നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു ഹെഡിങ് കൊടുക്കണം. എന്താണ്? സ്നേഹത്തിൻ്റെ മഹത്വം. പിന്നെ അതിനുശേഷം ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പോലെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. പിന്നെ എന്താണ് എഴുതേണ്ടത്? പിന്നെ ഈ കഥയും ബന്ധിപ്പിച്ച് ഇതിൻ്റെ ആശയവുമായി ബന്ധിപ്പിച്ചും പിന്നെ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളും നിങ്ങളുടെ വീക്ഷണങ്ങളുമായും ഒക്കെ ബന്ധിപ്പിച്ച് രണ്ടാമതൊരു പാരഗ്രാഫ് ഉണ്ടാക്കുക. അതിനുശേഷം ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പോലെ ഒരു ഉപസംഹാരം പോലെ അവസാനം സ്നേഹത്തിൻ്റെ മഹത്വം എന്ന ആശയത്തെക്കുറിച്ച് പറഞ്ഞ് അതാണ് ഈ കനിവായി നിലാവായി എന്ന യൂണിറ്റിൽ പരിചയപ്പെടുന്നതും ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് ഒരു ഉപന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയറായോ മക്കളെ? അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഞാനിവിടെ തന്നിട്ടുണ്ട്. ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും ഹൃദ്യമായ അനുഭവമാണ് സ്നേഹം. കൂട്ടുകാരുടെ കരുതലും പരിഗണനയും അമ്മയുടെയും അച്ഛൻ്റെയും വാത്സല്യവും മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും പരിചരണവും എല്ലാം നാം കുട്ടിക്കാലം മുതൽ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്. മക്കൾക്ക് അമ്മയോടുള്ള സ്നേഹവും വിലമതിക്കാനാവാത്തതാണ്. ഈ ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായി തീർക്കുന്ന വികാരമാണെന്ത്? സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹമില്ലാത്ത ഇടങ്ങളിലാണ് വെറുപ്പും വിദ്വേഷവും വളരുന്നത്. വാത്സല്യമായും കരുതലായും പരിഗണനയായും ചേർത്ത് നിർത്തലായും നമുക്ക് ചുറ്റും സ്നേഹം നിറയുമ്പോൾ അവിടെ സന്തോഷത്തിൻ്റെ പൂക്കൾ വിരിയും. കുറവുകൾ നിറവുകളായി മാറും. മനസ്സുകൾ വിശാലമാകും. സ്നേഹത്തിൻ്റെ മഹത്വം തിരിച്ചറിയാനും പരസ്പരം സ്നേഹിക്കാനും നമുക്ക് കഴിയണം. അമ്മയെ എനിക്കിഷ്ടമാണ് എന്ന് ഉറക്കെ പറയുന്ന കുട്ടിയെ പോലെയും മുത്തശ്ശിക്കും മുത്തച്ഛനും വേണ്ടി കഷ്ടപ്പെടുന്ന കുഞ്ഞു മറിയെ പോലെയുമാകും
നമുക്കും ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും സ്നേഹിക്കാം. മനസ്സിലായോ ഉപന്യാസം എഴുതുന്നത് എങ്ങനെയാന്ന്? ഇനി ആക്ടിവിറ്റി 3 നോക്കൂ. കഥാപാത്ര നിരൂപണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയെ ഇഷ്ടമാണ്. മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണ്. പല്ലു കൊഴിഞ്ഞ വായ കൊണ്ട് മുത്തശ്ശി എത്ര ചുംബിച്ചാലും അവനൊരു അലോക്യവുമില്ല. ഉണ്ണിക്കണ്ണന് ഏറെ ഇഷ്ടമുള്ള മുത്തശ്ശിയെ നിങ്ങൾക്കും ഇഷ്ടമായില്ലേ? മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിലെ മുത്തശ്ശി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എന്താണ്, നിങ്ങൾ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിലെ മുത്തശ്ശിയുടെ ആ സ്വഭാവവും മുത്തശ്ശിയുടെ രൂപവും ഒക്കെ വിശദീകരിച്ച് നിങ്ങളൊരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, എന്താണ് അതായത് മുത്തശ്ശിയുടെ ക്യാരക്ടർ എന്താണ്? ഉണ്ണിക്കണ്ണൻ്റെ മുത്തശ്ശിയാണ്. അവന് നല്ല കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നത്. നമുക്ക് കഥകളൊക്കെ പറഞ്ഞു തന്നെയാണ് നമ്മളുടെ മുത്തശ്ശിമാരാണ് അല്ലേ. അതുപോലെ ഉണ്ണിക്കണ്ണൻ്റെ മുത്തശ്ശിയാണ് അവന് നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത്. മുത്തശ്ശിക്ക് അവനെ വലിയ ഇഷ്ടമായിരുന്നു. ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയുടെ വിരലുകൾ മാത്രം ഇഷ്ടമല്ല, മുഖം ഇഷ്ടമാണ്. പല്ല് കൊഴിഞ്ഞ വായ കൊണ്ട് ഉമ്മ വയ്ക്കുന്നതും ഇഷ്ടമാണ്. വിരലുകൾ കൊണ്ട് തടവുമ്പോൾ ശരീരത്തിൽ വല്ലാതെ തട്ടും, അത് അവന് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ കൺപോളകൾക്കുള്ളിൽ വെള്ളം കയറിയ കൃഷ്ണമണികളാണ് മുത്തശ്ശിക്കുള്ളത്. ആ കണ്ണുകൾക്ക് ഭംഗി കുറവാണെങ്കിലും അതിലെ സ്നേഹം അവൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. കുനിഞ്ഞാണ് മുത്തശ്ശി നടക്കുന്നത്. മുത്തശ്ശി ഉണ്ണിയെ മടിയിലിരുത്തി നെറ്റിയിൽ ഉമ്മ വയ്ക്കും. അപ്പോൾ കുറച്ചു നേരത്തേക്ക് ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും അവൻ മറക്കും. മുത്തശ്ശിയുടെ ചുംബനത്തിന് ഇളം ചൂടുണ്ട്, പാലപ്പൂവിൻ്റെ മിനുസവുമുണ്ട്. അങ്ങനെ ഉമ്മ വയ്ക്കുമ്പോൾ അവനറിയാതെ ഉറക്കം വരും. ഉറങ്ങാനുള്ള എന്തോ മയക്കുവിദ്യയും മുത്തശ്ശിയുടെ കയ്യിലുണ്ട് എന്നാണ് ഈ കഥയിൽ പറയുന്നത്. അപ്പം മുത്തശ്ശി എന്ന സ്നേഹത്തെക്കുറിച്ച്, മുത്തശ്ശി ഒരു സ്നേഹത്തിൻ്റെ നിറകുടമാണ്, എന്താണ് മുത്തശ്ശിയുടെ രൂപമൊക്കെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുത്തശ്ശിയെക്കുറിച്ച്, മുത്തശ്ശിയുടെ ക്യാരക്ടർ, അതായത് കഥാപാത്രത്തെക്കുറിച്ചുള്ള നിരൂപണം നമ്മൾ എഴുതണം. ബി ക്വസ്റ്റ്യൻ നോക്കൂ. സിംഹപ്രതിമ എന്ന പദം വികസിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കുക? സിംഹവും പ്രതിമയും എന്നാണോ, സിംഹത്തിൻ്റെ പ്രതിമ എന്നാണോ, സിംഹം എന്ന പ്രതിമ എന്നാണോ? ഏതാണ്? സിംഹത്തിൻ്റെ പ്രതിമ. അതാണ് എന്ത്? സിംഹ പ്രതിമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സിംഹത്തിൻ്റെ പ്രതിമ എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ മക്കളെ? അടുത്തത് ആക്ടിവിറ്റി 4 താരതമ്യക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ. ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും. അമ്മ ചോറ് കുഴച്ച് വാരിക്കൊടുക്കും. എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ. ഉറക്കം കൊണ്ട് നനഞ്ഞു തൂങ്ങുന്ന കൺപോളകളിൽ ഉമ്മ വെച്ചും ഇടത് കൈകൊണ്ട് വാത്സല്യപൂർവ്വം പുറം തലോടിയും അമ്മ മകനെ ഊട്ടാൻ ശ്രമിക്കും. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന ഭാഗത്തിലെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. അതുപോലെ താഴെ വേറെ ഒന്നുണ്ട്. ഉരിച്ചി വണ്ണമക്ഷതമൊരഞ്ഞുമേ തിരിച്ചു ചുംബിച്ചാളുടനമ്മ പരുക്കേറ്റ കുട്ടി. അപ്പോൾ രണ്ട് വ്യക്തികളുടെ രണ്ട് ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത് അല്ലേ. ഒന്നൊരു കഥയുടെ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്നാലും മറ്റേത് പരിക്കേറ്റ കുട്ടി എന്ന ഒരു ഇതിലെയും ഭാഗമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് പാഠസന്ദർഭങ്ങളിലെയും അമ്മയുടെ സ്നേഹം ഒരുപോലെയാണ്. താരതമ്യം ചെയ്ത് കുറിപ്പായിട്ട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് പാഠസന്ദർഭങ്ങളിലെയും അമ്മയുടെ സ്നേഹം ഒരുപോലെയാണോ എന്ന് താരതമ്യം ചെയ്ത് കുറിപ്പായി എഴുതാനാണ് പറഞ്ഞത്. നോക്കൂ, ആൻസർ നമുക്ക് നോക്കാം. ഉണ്ണിയെ മുത്തശ്ശിയുടെ അടുത്താക്കി മറ്റൊരു വീട്ടുജോലിക്ക് പോവുകയാണ് ഉണ്ണിയുടെ അമ്മ. രാത്രി ഏറി വൈകി അമ്മ എത്തുമ്പോൾ ഉണ്ണിക്കും മുത്തശ്ശിക്കുമുള്ള ഭക്ഷണവും കൊണ്ടുവരും. ഉറക്കത്തിലായ ഉണ്ണിയെ സ്നേഹപൂർവ്വം വിളിച്ചെഴുന്നേൽപ്പിച്ച് ചോറുരുള ഓരോന്നായി അവൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്ന അമ്മയാണ് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതായത് വാത്സല്യത്തിൻ്റെ നിറകുടമാണ് ഉണ്ണിയുടെ അമ്മ. എന്നാൽ മറ്റു നോക്കൂ. മകൻ കുസൃതികൾ ഓരോന്ന് കാണിക്കുമ്പോഴും അവനെ ശാസനകൾ കൊണ്ട് പിന്തിരിപ്പിക്കുന്നില്ല പരിക്കേറ്റ കുട്ടിയിലെ അമ്മ. അത് കുട്ടികളുടെ സ്വഭാവമായാണ് അമ്മ കാണുന്നത്. പനിനീർ ചെടിയുടെ മുള്ളുകൊണ്ട് കൈ മുറിഞ്ഞും മാവിൽ കയറി മുട്ടു ചതഞ്ഞും പടം വീണ് നെറുകു മുറിഞ്ഞും കട്ടിലിൽ കയറി വീണ് കവിൾ മുറിഞ്ഞുമെല്ലാം വേദനിച്ച് കുട്ടി കരയുമ്പോൾ അമ്മ തല്ലുമെന്ന ഭയവും അവനിലുണ്ട്. എന്നാൽ അമ്മ അവനെ ആശ്വസിപ്പിക്കുന്നത് കളിക്കിടയിലെ മുറിവുകൾ കുട്ടികൾക്ക് അലങ്കാരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അവൻ്റെ ഓരോ മുറിവിലും അമ്മ സ്നേഹത്തോടെ ഉമ്മ വയ്ക്കുമ്പോൾ അവൻ്റെ വേദനകൾ
അകന്നു പോകുന്നു. അപ്പം കരുതൽ നിറഞ്ഞ സ്നേഹവും പകരുന്ന രണ്ട് അമ്മമാരെയാണ് ഈ രണ്ട് ഭാഗങ്ങളിലും കാണാൻ കഴിയുന്നത്. രണ്ടും രണ്ട് രീതിയിൽ വ്യത്യസ്തമായി സ്നേഹിക്കുന്ന രണ്ട് അമ്മമാരാണ്. രണ്ടുപേർക്കും തങ്ങളുടെ മക്കളെ കുറിച്ചുള്ള കരുതലും അവരുടെ സ്നേഹവുമാണ് ഈ രണ്ട് ഇതിലും പാഠഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നോക്കൂ, ആക്ടിവിറ്റി 5 വായിക്കാം എഴുതാം. താഴെ ഒരു കഥ തന്നിട്ടുണ്ട്. ആ കഥ വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ വിശന്നു വലഞ്ഞ ഒരു ചെന്നായ ഇര തേടി അലയുകയായിരുന്നു. കുറേ ദൂരം ചെന്നിട്ടും ഒന്നും കിട്ടാതെ നിരാശനായി തിരികെ പോരുമ്പോൾ ഒരു കുതിരക്കൂട്ടം പുല്ല് തിന്നുന്നത് അവൻ കണ്ടു. അവൻ്റെ വായിൽ വെള്ളമൂറി. ഒരു ചെറുകുതിരയെ കിട്ടിയാൽ കുശാലായി. എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് കുതിരകളെ പാട്ടിലാക്കണം. ചെന്നായ ഓർത്തു. തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന ചെന്നായിയെ കണ്ട് കുതിരകൾ അമ്പരന്നു നോക്കി. ചെന്നായി പറഞ്ഞു, ഞാനൊരു വൈദ്യനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുതിരക്കുട്ടിക്ക് മുടന്തുണ്ടല്ലോ, ഞാനത് ഭേദമാക്കി തരാം. കാൽ കാണിക്കാൻ കുതിരക്കുട്ടി തിരിയുമ്പോൾ ചാടി വീണ് ആക്രമിക്കാനായിരുന്നു ചെന്നായിയുടെ തന്ത്രം. ഇത് കൂട്ടത്തിലെ മുതിർന്ന കുതിരയ്ക്ക് മനസ്സിലായി. അവൻ പറഞ്ഞു, ഓ, താങ്കൾ വൈദ്യനാണോ? എൻ്റെ പിൻകാലിലെ മുറിവൊന്ന് ഭേദമാക്കി തരൂ. അതിനെന്താ, ഭേദമാക്കി തരാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെന്നായ വലിയ കുതിരയുടെ പിന്നിലെത്തി. കുതിര കാൽ ഉയർത്തി കാണിച്ചു. ചെന്നായ മുറിവ് നോക്കുന്നതായി അഭിനയിച്ചു. പെട്ടെന്ന് കുതിര ഉയർന്നു ചാടി ഒരു തൊഴി കൊടുത്തു. ചെന്നായ ദൂരേക്ക് തെറിച്ചു വീണു. അവിടെ നിന്നും ഒരുവിധം എണീറ്റ് ചെന്നായ ഓടി രക്ഷപ്പെട്ടു. ഇതാണ് കഥ തന്നിരിക്കുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യാം. നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇര തേടി അലഞ്ഞ ചെന്നായ കണ്ട കാഴ്ച എന്തായിരുന്നു? കോഴികളെയാണോ, ആട്ടിൻപറ്റത്തെയാണോ, കുതിര കൂട്ടത്തെയാണോ? ആരെയാണ് കണ്ടത്? കുതിര കൂട്ടത്തെ. ചെന്നായ അടുത്തേക്ക് വരുന്നത് കണ്ട് കുതിരകൾ എന്ത് ചെയ്തു? ആക്രമിക്കാൻ ചെന്നോ, ഭയന്നൊടിയോ, അമ്പരപ്പോടെ നോക്കി. താൻ ആരാണെന്നാണ് ചെന്നായ കുതിരകളെ പരിചയപ്പെടുത്തിയത്? പാട്ടുകാരൻ, പണ്ഡിതൻ, വൈദ്യൻ. ആരാണെന്നാണ് പരിചയപ്പെടുത്തിയത്? വൈദ്യൻ എന്നാണ്. താൻ ആരെ ചികിത്സിക്കുമെന്നാണ് ചെന്നായ കുതിരക്കൂട്ടത്തോട് പറഞ്ഞത്? മുടന്തുള്ള കുതിരക്കുട്ടിയെ, വയസ്സനായ കുതിരയെ, കിടപ്പായ കുതിരയെ. ആരെയാണ്? മുടന്തുള്ള കുതിരക്കുട്ടിയെ. ചെന്നായിയുടെ തന്ത്രം മനസ്സിലാക്കിയ മുതിർന്ന കുതിര എന്ത് ചെയ്തു? എല്ലാവരെയും കൂട്ടി ആക്രമിച്ചു, ഭയപ്പെടുത്തി ഓടിച്ചു, പിൻകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞു. എന്താ ചെയ്തത്? പിൻകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞു. ഇനി നമുക്ക് ആക്ടിവിറ്റി 6 നോക്കൂ. ഡയറി കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കരുതേണ്ട തല്ലുമിതിനായി ഞാൻ എന്ന് കരുതേണ്ട നോവു മകന്നു പോം അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവ് ഭൂഷണം നിനക്കുണ്ണി. തൻ്റെ കുസൃതികൾ മൂലം മുറിവ് പറ്റിയിരുന്ന കുട്ടിക്ക് ഏറെ ആശ്വാസം പകരുന്നതായിരുന്നു അമ്മയുടെ വാക്കുകൾ. അന്നേ ദിവസം കുട്ടി എഴുതാനിടയിൽ ഒരു ഡയറി കുറിപ്പ് എപ്രകാരമാവും? എഴുതും. എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക? നമ്മൾ ആദ്യം ഒരു ഡേറ്റ് ഇടണം അല്ലേ? എന്നിട്ട് എഴുതുന്ന എന്താണ്? ഇന്നത്തെ ദിവസം എനിക്കൊരിക്കലും മറക്കാനാവില്ല. അമ്മ വിളിക്കുന്നത് പോലെ ഒരു വികൃതിക്കുട്ടൻ തന്നെയാണ് ഞാൻ. ഇന്നത്തെ എൻ്റെ വികൃതികൾ കുറിച്ച് അതിര് കടന്നുപോയി. അമ്മയുടെ പനിനീർ ചെടിയിലെ പൂ നുള്ളാനായി പോയതാണ് ഞാൻ. മുള്ളുകൊണ്ട് എൻ്റെ കൈവിരലൊക്കെ മുറിഞ്ഞു. അമ്മ തല്ലുമെന്ന് കരുതി ഞാൻ വേദന സഹിച്ച് കരയാതിരുന്നു. വേദന മാറിയപ്പോൾ മുറ്റത്ത് നിന്ന തൈമാവിൽ ഒന്ന് കയറണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. കയറി മുകളിലെത്തിയപ്പോൾ കാലുതന്നി ഞാൻ താഴെ വീണു. മുട്ടെല്ലാം ചതഞ്ഞു. എന്നിട്ടും ഞാൻ കരയാതെ പിടിച്ചു നിന്നു. വേദന മാറിയപ്പോൾ വീണ്ടും ഞാൻ എണീറ്റു. അമ്മ ഭിത്തിയിൽ തൂക്കിയിരുന്ന പടം ഒന്ന് അടുത്ത് കാണണമെന്നൊരാഗ്രഹം തോന്നി. അത് എടുക്കാൻ കയറിയപ്പോൾ പടം എൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയി. നേരെ വന്നു വീണത് എൻ്റെ നെറുകയിൽ. പൊട്ടി ചോര വന്നു. അമ്മ കേൾക്കാതിരിക്കാൻ ഞാൻ ശബ്ദമില്ലാതെ കരഞ്ഞു. ആ വേദന മാറിയപ്പോൾ ഞാൻ അടങ്ങിയിരുന്നില്ല. കട്ടിലിൽ കയറി ചാടിക്കളിച്ചു. കുറേ നേരം ചാടിയപ്പോൾ തെറിച്ച് താഴെ വീണു. കവിളും ചതഞ്ഞു. ഇത്രയുമായപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാൻ കരഞ്ഞു. കരച്ചിൽ കേട്ട് അമ്മ ഓടി വന്നു. നല്ല തല്ല് തരുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അമ്മ എന്നെ അത്ഭുതപ്പെടുത്തി. പരിക്ക് പറ്റിയിടത്തെല്ലാം ഉമ്മ വെച്ചു. എൻ്റെ സങ്കടവും വേദനയും എല്ലാം മാറി. കുട്ടികളായാൽ കളിക്കിടയിൽ പരിക്ക് പറ്റും, സാരമില്ല എന്ന് അമ്മ പറഞ്ഞു. ഞാൻ ചിരിച്ചപ്പോൾ അമ്മയും ചിരിച്ചു. അപ്പം നമ്മുടെ ആ കുട്ടിക്ക് അന്നുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ആ കുട്ടി വീണതും, മുള്ളിൽ തൊട്ടപ്പോൾ ചോര വന്നതും, പടം എടുക്കാൻ കയറിയപ്പോൾ നെറ്റിയിലേക്ക് ആ പടം വന്ന് വീണതും ഒക്കെ നമുക്ക് ആ ഡയറിയിൽ എഴുതാം. ക്ലിയറായോ മക്കളെ? ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഭൂഷണം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ഭൂഷണം എന്ന പദത്തിൻ്റെ അർത്ഥം? എന്താണ്? അലങ്കാരം എന്നാണോ, സംസാരം എന്നാണോ, നെറുക എന്നാണോ? എന്താണ്? അലങ്കാരം. എന്താണ് ഭൂഷണം എന്ന വാക്കിനർത്ഥം? അലങ്കാരം.
മനസ്സിലായോ മക്കൾക്ക്? അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മക്കളെ. അപ്പോൾ താങ്ക് യു.